Hi all, welcome to this new video. So നമുക്കിനി അടുത്ത പോർഷനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് മൊഡ്യൂൾ 1ൽത്തെ തന്നെ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ IS കോഡ്സ് 3043 അതുപോലെ IS 732 IS 2675 IS 5216ൻ്റെ രണ്ട് പോർഷൻസ് അതുപോലെ തന്നെ IS 2309 ഇങ്ങനെ ഈ 5 തരം IS കോഡുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത രണ്ട് കോഡ്സിനെയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 അതുപോലെ നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് ഷോർട്ട് ഫോമാണ് NEC 2011. സോ ഈ ഒരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1ൽത്തെ തന്നെ. സോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 എന്താണെന്ന് നോക്കാം. So the Electricity Act 2003 is the replacement of the Electricity Act of 1910, the Electricity Supply Act of 1948 and the Electricity Regulation Commission Act of 1998. So അപ്പോൾ അതായത് മൂന്ന് ആക്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ മൂന്ന് ആക്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ Electricity Act 2003 വെച്ച് ചെയ്തേക്കുന്നത്. And it is an act by the Parliament to consolidate the laws relating to generation, transmission, distribution, trading and the use of electricity. സോ അപ്പോൾ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ട്രേഡിങ്ങും യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇതിൻ്റെ എല്ലാം കൂടി കൺസോളിഡേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ലോ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. ദെൻ ദ മൂന്നാമത്തെ പോയിൻറ്റ് അഡിക്വേറ്റ് സ്റ്റെപ്സ് വുഡ് ബി ടേക്കൻ ടു എൻകറേജ് ദ കൺസർവേഷൻ ആൻഡ് ദ യൂസ് ഓഫ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. സോ അപ്പോൾ പുതിയ കാലമായതുകൊണ്ട് ഇപ്പോൾ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അതിനും ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൂടുതലാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തെഫ്റ്റ് ഓഫ് പവർ അതായത് ഇപ്പോൾ കട്ടെടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ വാർത്തകളും കാര്യങ്ങളൊക്കെ തെഫ്റ്റ് നടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. തെഫ്റ്റ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലോസസ് ആർ കൗണ്ടഡ് മോർ മീനിങ് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഈ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003. Then the need of new act or the significance of IEA. IEA means the Indian Electrical Actൻ്റെ ഷോർട്ട് ഫോം ആണ് IEA എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് IEA ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് എൻവയറമെൻറ്റ് ഫോർ ബെഞ്ച് മാർക്ക് കോമ്പറ്റീഷൻ വിച്ച് വിൽ റിസൾട്ട് ഇൻ എൻഹാൻസ്മെൻറ്റ് ക്വാളിറ്റി ആൻഡ് ദ റിലയബിലിറ്റി ഓഫ് ദ സർവീസ് ടു കസ്റ്റമർ. സോ അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ അതായത് ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കമ്പനിയും പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാലാണ് 2-3 കമ്പനികൾ ഉണ്ടെങ്കിലാണ് എത്രത്തോളം നന്നായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് നന്നാക്കാം ആ പ്രൊഡക്റ്റ് അങ്ങനെ കാര്യം നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഫീൽഡ് ഈ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആക്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ദെൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയലൈസേഷൻ ദ എനർജി ഡിമാൻഡ് വാസ് ഇൻക്രീസ് റാദർ ദാൻ ദ സപ്ലൈ. അപ്പോൾ അതാണ് മെയിൻ ഒരു റീസൺ. കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ കൂടിയതുകൊണ്ട് എനർജി ഡിമാൻഡ് വളരെയധികം കൂടി. അപ്പോൾ ഒരു സപ്ലയർ അല്ലാണ്ട് പ്രൈവറ്റ് പാർട്ടീസിനൊക്കെ ഈ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനും കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പോളിസി അഡാപ്റ്റഡ് ഫോർ ദ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ജനറേഷൻ. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ജനറേഷൻ. അപ്പോൾ പ്രൈവറ്റ് പാർട്ടീസിനൊക്കെ ഇപ്പോൾ നമുക്ക് കുറേ സോളാർ പാനൽസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ല പവർ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എൻവയറമെൻറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞത് കോമ്പറ്റീറ്റീവ് എൻവയറമെൻറ്റ് കാര്യം. സോ പോളിസീസ് അഡാപ്റ്റഡ് ഫോർ ദ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിലും എല്ലാ ഫീൽഡിലും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തേക്കണമെങ്കിൽ. ദെൻ ഡിസ്റ്റൻസിങ് ദ റെഗുലേറ്ററി റെസ്പോൺസിബിലിറ്റീസ് ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റായിട്ട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒന്ന് റെഗുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഈ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് മെയിൻലി വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ടു റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് ലോസ് വൈൽ പ്രിസർവിംഗ് ദ കോർ ഫീച്ചേഴ്സ് അതർ ദാൻ ദോസ് റിലേറ്റിംഗ് ടു ദ മാൻഡേറ്ററി എക്സിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ മാൻഡേറ്ററി എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അത് പുതിയൊരു ടേമാണ്. നമ്മൾ മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആക്ടിന് ശേഷമാണ് അത് മാൻഡേറ്ററി ആയിട്ട് വന്നേക്കണേ. അതായത് ഓരോ സ്റ്റേറ്റിലും ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് വേണമെന്നുള്ള കാര്യം. The responsibilities of the state government with respect to the regulatory licenses to provide introducing new concept like power trading, open access etc. അപ്പോൾ ഇങ്ങനത്തെ കുറേ പുതിയ ടേംസും കാര്യങ്ങളും കൂടി നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. പവർ ട്രേഡിങ് അതായത് വിൽക്കുക അങ്ങനെ നമ്മൾ ട്രേഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂടുതൽ പവർ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കുക. അവരുടെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുക നമ്മളോട് കുറവായിരിക്കുന്ന സമയത്ത്. സോ അപ്പോൾ എനർജി മാർക്കറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് റിലേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ടു റിമൂവ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു പാസ് ഇറ്റ്സ് ഓൺ റിഫോം ആക്ട്സ് ടു ഗീവ്
every state government enough flexibility to develop their power sector in the manner they consider appropriate. സോ അപ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും അവരുദ്ദേശിക്കുന്ന പോലെ അവർക്ക് ഏതാണോ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് അവർക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം നമുക്ക് എലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് എയിംസ് അറ്റ് പ്രൊമോട്ടിങ് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ സിഗ്നിഫിക്കൻസിൽ തന്നെ കോമ്പറ്റീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊവൈഡിങ് ഇലക്ട്രിക്കൽ സപ്ലൈ ടു ഓൾ ദ ഏരിയസ്, എല്ലാ ഭാഗങ്ങളിലും ഇലക്ട്രിസിറ്റി സപ്ലൈ എത്തിക്കുക. പ്രൊവൈഡിങ് ട്രാൻസ്പാരൻറ്റ് പോളിസീസ് ഓൺ സബ്സിഡീസ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. അതേപോലെ കൺസെഷൻ ഓഫ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ആൻഡ് റെഗുലേറ്ററി കമ്മീഷൻ. അപ്പോൾ അങ്ങനെ സെൻട്രലായിട്ട് ഒരു ഇലക്ട്രിസിറ്റി അതോറിറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഈ ഒരു ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ടിൽ മെയിൻലി പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എയിംസ് ഓഫ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ തന്നെ കുറച്ചും കൂടി സൈലൻറ്റ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് ആഡ് ചെയ്യാനുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി പറഞ്ഞേക്കുന്ന ഫസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്ലൈഡിലും കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് ഇത് ഏകദേശം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചില പോയിന്റ്സ് സിമിലർ ആയിരിക്കും. സോ ദ സെൻട്രൽ ഗവൺമെൻറ് ടു പ്രിപ്പയർ എ നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി ഇൻ കൺസൾട്ടിങ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി എന്നൊരു പോളിസി ഇലക്ട്രിക്കൽ പോളിസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് വിത്ത് കൺസൾട്ടിങ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില സ്റ്റേറ്റിൽ ഹൈഡ്രോ പവേഴ്സ് വന്നിട്ടുണ്ടാവും, ചിലയിടത്ത് അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതനുസരിച്ച് ഓരോ സ്റ്റേറ്റിനും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഇത് പറയുന്നുണ്ട്. പിന്നെ പ്രൊവിഷൻ ഫോർ ലൈസൻസ് ഫ്രീ ഓഫ് ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷനെ കുറിച്ച് മെയിൻലി പറയുന്നുണ്ട്, പ്രൈവറ്റ് പാർട്ടീസിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ദെൻ ഹൈഡ്രോ പ്രോജക്റ്റ് നീഡ് ടു ബി ക്ലിയറൻസ് ഫ്രം ദ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി, CEA എന്ന് പറഞ്ഞ അതോറിറ്റിയുടെ അനുവാദം കിട്ടിയാൽ മാത്രമാണ് ഈ ഹൈഡ്രോ പ്രോജക്ട്സ് ഒക്കെ നടക്കുള്ളൂ. അതേപോലെ തന്നെ ജനറേഷൻ ഈസ് മെയ്ഡ് ലൈസൻസ് ഫ്രീ ആൻഡ് ക്യാപ്റ്റീവ് ജനറേഷൻ ഈസ് പെർമിറ്റഡ് ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ ജനറേഷൻ ലൈസൻസ് ഫ്രീ ആക്കിയിട്ട് ക്യാപ്റ്റീവ് ജനറേഷൻ പെർമിറ്റ് ചെയ്യുക. അതുപോലെ പ്രൊവിഷൻ ഫോർ പ്രൈവറ്റ് ലൈസൻസ് ഇൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം SERC എന്നുള്ളതാണ്. ദെൻ മീറ്ററിംഗ് ഓഫ് ഓൾ ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ആർ മാൻഡേറ്ററി. നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാൻഡേറ്ററി ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു കാര്യം. അതേപോലെ ട്രിബ്യൂണൽ ടു അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻസ് ഓഫ് ദ CERD ആൻഡ് SCRD. അപ്പോൾ അപ്രോപ്രിയേറ്റ് ട്രിബ്യൂണൽസ്, ചെറിയ കോടതികളും കാര്യം വല്ല കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതിനെ എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് CERDക്ക് എതിരെയോ അല്ലെങ്കിൽ SCRDക്ക് എതിരെയൊക്കെയുള്ള വല്ല കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ള കാര്യങ്ങളോട് പറഞ്ഞേക്കണം. അപ്പോൾ ഈ CERC എന്ന് പറയുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഷോർട്ട് ഫോമാണ്. അതുപോലെ SERC എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഷോർട്ട് ഫോമാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെഫ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ മെയ്ഡ് മോർ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ സേഫ് ഗാർഡൻസ് ഓഫ് ദ കസ്റ്റമർ ഇൻട്രസ്റ്റ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ കസ്റ്റമർ ഗ്രീവൻസസ്. അപ്പോൾ കസ്റ്റമറിന് വല്ല പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ഓംബുഡ്സ്മാൻ മീൻസ് എ പ്രൈവറ്റ് അഡ്വക്കേറ്റിനെ പറഞ്ഞ പേരാണ്. അപ്പോൾ ആൾ വെച്ചിട്ട് നമുക്ക് കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനും വാദിക്കാനൊക്കെ പറ്റും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 എയിം, ഫീച്ചേഴ്സ്, ആ കാര്യങ്ങൾ എല്ലാതും. ഓക്കെ, നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോവാം. അതായത് നാഷണൽ ഇലക്ട്രിസിറ്റി കോഡ്, NEC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. സോ അപ്പോൾ ഈ നാഷണൽ ഇലക്ട്രിസിറ്റി കോഡ് എന്ന് പറയുന്ന പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാൻഡർഡൈസേഷൻ വർക്ക്സ് ഇൻ ദ ഇലക്ട്രോ ടെക്നിക്കൽ ഫീൽഡ് വാസ് ഇനീഷ്യേറ്റഡ് ഇൻ ദ ഇയർ ഓഫ് 1950 ത്രൂ ദ എഞ്ചിനീയറിംഗ് ഡിവിഷൻ കോൾഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതായത് BIS, ആൻഡ് ഇറ്റ് കവേഴ്സ് എ ഫീൽഡ് ലൈക്ക് കേബിൾ, ഫാൻസ്, മോട്ടേഴ്സ്, ഇൻസുലേഷൻസ് എക്സെട്ര. അപ്പോൾ കേബിൾ, കണ്ടക്ടർ, ഫാന് ഇതൊക്കെ എന്ത് ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾ, ഏതൊക്കെ സ്റ്റാൻഡേർഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം ചെയ്യണത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു കൗൺസിലാണ് 1950 വന്നാണത്. ആൻഡ് സൂൺ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ദാറ്റ് ദർ വാസ് ആൻ അർജൻറ്റ് നീഡ് ടു ഡെവലപ്പ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഓൾ മേജർ ഇലക്ട്രോ ടെക്നിക്കൽ ഫീൽഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പവർ സെക്ടർ ഇൻ ദ കൺട്രി. സോ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയും മാത്രമായ പോരാ, കുറച്ചും കൂടി കൂടുതൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളും വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. അതായത് നാഷണൽ ഇലക്ട്രിസിറ്റി കോഡ് ഈസ് ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് ഡെഫിനിറ്റ് ഗൈഡ് ലൈൻസ് ഫോർ ദ സേഫ് ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്.
അപ്പോൾ ഈ NEC എന്ന കോഡിൽ എല്ലാ കാര്യങ്ങളും, അതായത് എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത്, ഇലക്ട്രിക് വയറിങ് ചെയ്യണം, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ NEC ഈസ് ഫോർമുലേറ്റഡ് പ്രൈമർലി ടു എലാബറേറ്റ് ദ electricity rules and serves as a comprehensive document in the electrical practices in India. സോ അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ, അതിൻ്റെ വയറിങ്, എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എലാബറേറ്റ് ചെയ്ത് കോംപ്രഹെൻസീവ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡിനെയാണ് ഈ നാഷണൽ ഇലക്ട്രിസിറ്റി കോഡ് എന്ന് നമ്മൾ പറയേണ്ടത്. അതാണ് NEC എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിലാണ് പറയുന്നത്. So by NEC unifies the practices and procedures and safety requirements to be compliant within the design, execution and the inception or the maintenance of the electrical installations in the country. So by NEC എല്ലാം യൂണിഫൈ ചെയ്തു, അതായത് എല്ലാം കോമൺ ആക്കി, എന്തൊക്കെ കാര്യങ്ങളും ശ്രദ്ധിക്കണം, സേഫ്റ്റി റിലേറ്റഡ്, ഡിസൈൻ, എക്സിക്യൂഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും NEC ആണ് നോക്കേണ്ടത്. So NEC is basically a document that takes assistance from detailed IS specifications already available. So അപ്പോൾ NEC എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്പൈലേഷൻ ഡോക്യുമെൻ്റ് ആണ്. അത് ഡീറ്റെയിൽസ് എടുക്കുന്നത് എവിടെ നിന്നാണ്? IS എന്നാണ്. IS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കോഡുകളും കാര്യങ്ങളും, IS കോഡ്സൊക്കെ. അപ്പോൾ അതിൽ നിന്നുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടാണ് ഈ IS കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ in a consolidated form to all the electrical engineers and the contractors in the company. So അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞതാണ് ടു പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ എ കൺസോളിഡേറ്റഡ് ഫോം. അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് ഫോം ആയിട്ട് എല്ലാവർക്കും, അതായത് എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും കോൺട്രാക്ടേഴ്സിനും എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. ഹു ആർ എൻഗേജ്ഡ് ഇൻ ദ ഡിസൈൻ ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഏത് കേബിൾ ഉപയോഗിക്കണം, ഏത് ഫാൻ ഉപയോഗിക്കണം, ഏത് മോട്ടർ ഉപയോഗിക്കണം, ഏത് ഇൻസുലേഷൻസ് വേണം, എങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, എങ്ങനത്തെ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണം, ഇങ്ങനത്തെ എല്ലാത്തിനെയും കുറിച്ചുള്ള കൺസോളിഡേറ്റഡ് സ്റ്റഡി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നാഷണൽ ഇലക്ട്രിക് കോഡിൽ ഉണ്ടാവുക. അതിൻ്റെ ഷോർട്ട് ഫോമാണ് NEC എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് നാഷണൽ ഇലക്ട്രിക് കോഡ്, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോണേ. സോ അപ്പോൾ ദ നാഷണൽ ഇലക്ട്രിക് കോഡ് കവേഴ്സ് ദ മെയിൻ ഫോളോയിങ്: സ്റ്റാൻഡേർഡ് ഗുഡ് പ്രാക്ടീസസ് ഫോർ selection of various items of electrical equipment forming part of the power system. So അപ്പോൾ സ്റ്റാൻഡേർഡ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുക, എല്ലാ പാർട്സിനും അതുപോലെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുഡ് ക്വാളിറ്റി പാർട്സ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് റെക്കമെൻഡേഷൻസ് കൺസേണിങ് സേഫ്റ്റി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ഇൻ ദ വയറിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഓഫ് ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, promoting compatibility between such recommendations and those concerning the equipment installed. So അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് മെയിൻലി പറഞ്ഞേക്കുന്നത് സേഫ്റ്റീനെ കുറിച്ചിട്ടാണ്. അതേപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു വയറിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ സേഫ്റ്റിക്കാണ് കൂടുതൽ ഇവിടെ ഈ സെക്കൻഡ് പോയിന്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വയറിങ്ങിനെ കുറിച്ചുള്ള ഇൻസ്റ്റാളേഷൻ ഏത് ബിൽഡിങ്ങിൽ ചെയ്യണം, സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ആ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് മെയിൻലി പറഞ്ഞിട്ടുണ്ടാവുക. മൂന്നാമത്തെ പോയിന്റ് ജനറൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ആൻ ഇലക്ട്രിക്കൽ വർക്ക്. അപ്പോൾ ഏത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രാക്ടീസസും അതേപോലെ സേഫ്റ്റി പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് കാര്യം കൊടുത്തതാണ്. അതുപോലെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഫോർ ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഫോർ സ്പെഷ്യൽ എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് ലൈക്ക് എക്സ്പ്ലോസീവ് ആൻഡ് ആക്റ്റീവ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ചില അറ്റ്മോസ്ഫിയേഴ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതേപോലെ എക്സ്പ്ലോസീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അഡീഷണൽ പ്രിക്കോഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ, ആ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കോഡിൻ്റെ സ്കോപ്പായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ ആൻഡ് ദിസ് NEC's കോഡ് ഈസ് അപ്ലൈസസ് ടു, ഇത് എവിടെയൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഹോട്ടൽസ്, സ്പോർട്സ് ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ പ്രെമിസസ്, അഗ്രികൾച്ചർ പ്രെമിസസ്, ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഔട്ട്ഡോർ ഇൻസ്റ്റാളേഷൻസ്, solar PV installations, standby engineering, standby generating plants, medical establishment, then office and commercial buildings. അപ്പോൾ അതുപോലെ തന്നെ ഹസാഡസ് ഏരിയ ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പ്ലോസീവ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ എൻവയറമെൻ്റലായിട്ടുള്ള ഹസാഡസ് ഏരിയസ് ഉള്ള സ്ഥലങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എല്ലാ സ്ഥലത്തും ഈ NEC അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലം അത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, ആ പോർഷൻസാണ് അടിയിൽ കൊടുത്തേക്കുന്നത്. ദിസ് കോഡ് ഡസ് നോട്ട് അപ്ലൈസസ് ടു ദ
So NEC code does not apply to first point. The code covers electrical aspects of lighting protection of building only. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് മാത്രമേ മെയിൻലി പറയണോ, നോട്ട് ദ എഫക്റ്റ് ഓഫ് ലൈറ്റിംഗ്. അല്ല, ലൈറ്റിങ്ങിൻ്റെ എഫക്ട്സിനെ കുറിച്ചൊന്നും അധികം പറയണില്ല. പക്ഷേ ലൈറ്റിങ്ങിന് എങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടണം അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഈ കോഡിൽ പറയുന്നുണ്ട്. അതുപോലെ കോഡ് ഈസ് നോട്ട് ഇൻറ്റൻഡഡ് ടു സിസ്റ്റംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ടു പബ്ലിക് ആൻഡ് പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ഫോർ subsystems. So this code is not intended to systems of distribution of energy to public. അപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണതിനെ കുറിച്ചിട്ട്, അതേപോലെ എനർജി പവർ ജനറേഷനെ കുറിച്ച്, അതേപോലെ ട്രാൻസ്മിഷൻ ഫോർ സബ്സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊന്നും അധികം കാര്യങ്ങൾ ഈ ഒരു കോഡ് പറയുന്നില്ല. ആൻഡ് ദിസ് കോഡ് ഡസ് നോട്ട് കവേഴ്സ് ഗൈഡ് ലൈൻസ് ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഇൻസ്റ്റാളേഷൻസ്. അപ്പോൾ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടോ അതിൻ്റെ കാര്യങ്ങൾ എത്ര കൊടുക്കണം ആ സംഭവങ്ങളെ കുറിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു കോഡ് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 3-4 എണ്ണത്തിലാണ് ഈ കോഡ് കവർ ചെയ്യാത്തത്. ബാക്കി ബിൽഡിംഗ് ഏരിയാസ്, അതുപോലെ ബിൽഡിംഗ്, ഹോട്ടൽസ്, അഗ്രികൾച്ചറിൽ PV ഇൻസ്റ്റാളേഷൻ, കസാഡ് ഏരിയ, മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇവിടെയൊക്കെയാണ് ഈ ഒരു കോഡ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ അപ്പോൾ NEC കോഡ് മെയിൻലി കണ്ടെയ്ൻസ് 8 പാർട്സ്. മെയിൻലി 8 പോർഷൻസ് ആയിട്ടാണ് ഇത് തിരിച്ചേക്കുന്നത് മെയിൻലി. അപ്പോൾ ആ 8 പാർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ജനറൽ ആൻഡ് കോമൺ ആസ്പെക്ട്, സ്റ്റാൻഡ് ബൈ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ആൻഡ് സബ്സ്റ്റേഷൻസ്. അതായത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. ജനറേറ്റിംഗ് സ്റ്റേഷനിലാവാം, സബ്സ്റ്റേഷനിലാവാം. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഇൻസ് നോൺ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഇൻഡസ്ട്രി അല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യണം, എങ്ങനെ കേബിൾ വലിക്കണം, എങ്ങനെയാണ് കേബിൾ കൊടുക്കേണ്ടത്, എങ്ങനെ എത്ര ഇൻസ്റ്റാളേഷൻ വേണം, ഇൻസുലേഷൻസ് എന്തൊക്കെ വേണം, അതേപോലെ എത്ര ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോൺ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് കഴിഞ്ഞാൽ എന്ത് വരും? ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വരും. അതാണ് അടുത്ത പോയിന്റ്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ദെൻ ഔട്ട്സൈഡ്, അതായത് ഔട്ട്ഡോർ ഇൻസ്റ്റാളേഷൻസ്, അതായത് പുറത്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഇൻ അഗ്രികൾച്ചർ പ്രിമിസസ്. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡും കാര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഇൻ ഹസാർഡസ് ഏരിയാസ്, അതായത് പെട്ടെന്ന് കത്ത് പിടിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഡേഞ്ചറസ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇൻസ്റ്റാളേഷൻസ് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഒരു കാര്യത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് തോന്നും. അപ്പോൾ അത് തന്നെയാണ് ഏകദേശം ഇവിടെ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 8 പാർട്സ് കറക്റ്റായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വീണ്ടും നമ്മൾ ഈ സ്ലൈഡിൽ നിന്നുകൂടെ 8 പാർട്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം. ലാസ്റ്റ് പാർട്സ് എന്ന് പറയുന്നത് സോളാർ ഫോട്ടോവോൾട്ടിക് പവർ സപ്ലൈ സിസ്റ്റം. അതായത് സോളാർ ഫോട്ടോവോൾട്ടിക് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ കണക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കണമെങ്കിൽ. The information relating to each type of installations identified above is further classified and presented is in the following manner. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കുറേ ടൈപ്പ് ഇൻസ്റ്റാളേഷൻസിനെ കുറിച്ച് പറഞ്ഞു. കോമൺ ആയിട്ട് എന്ത് ചെയ്യണം, വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഔട്ട്ഡോർ ഇൻസ്റ്റാളേഷൻ എന്ത് ചെയ്യണം, ഹസാർഡസ് ഏരിയസ് എന്ത് ചെയ്യണം, അഗ്രികൾച്ചർ ലാൻഡിൽ എന്ത് ചെയ്യണം, സോളാർ PVയിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങളും പാർട്സൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ അഗെയിൻ ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ്. അപ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണേ എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പോൾ അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിവൈഡ് ചെയ്ത് ആയിട്ടാണ് ഫസ്റ്റ് ഇത് വന്നേക്കണേ. നെക്സ്റ്റ് ഹെവി കറണ്ട് ഇൻസ്റ്റാളേഷൻസ് ഇൻ ദ ഒക്യുപ്പൻസി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഹെവി കറണ്ടിൻ്റെ ഇൻസ്റ്റാളേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ലൈറ്റ് കറണ്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ ഇൻഡസ്ട്രിയിൽ അതേപോലെ തന്നെ ചില സ്ഥലത്ത് ലൈറ്റ് കറണ്ട് ഉണ്ടാവുള്ളൂ, ചില സ്ഥലത്ത് ഹെവി കറണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഇതിനകത്ത് വരുന്നുണ്ട്, അതായത് ഹെവി കറണ്ട് ഇൻസ്റ്റാളേഷൻസ്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് കറണ്ട് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ കുറച്ച് വോൾട്ടേജ് കറണ്ട് കുറവുള്ള ഐറ്റംസ് ആയിരിക്കും ഈ ലൈറ്റ് കറണ്ടിൽ വരുന്നുണ്ടാവുക. ദെൻ സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി, ആ കാര്യങ്ങളും കൂടി ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 4 കാര്യങ്ങളും കൂടി ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ മുകളിൽ പറഞ്ഞ നമ്മുടെ 8 കാര്യങ്ങളിൽ. അതായത് ഇപ്പോൾ ഏത് പോർഷൻ എടുത്താലും, ഇപ്പോൾ നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിലും അവിടെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതുപോലെ ഹെവി കറണ്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടാവും, ലൈറ്റ് കറണ്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഔട്ട്ഡോർ കണ്ടീഷൻസ്. അപ്പോൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ ഇതേപോലെ ചിലപ്പോൾ ഹെവി എക്യുപ്മെൻറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ലൈറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാം, പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ, അതുപോലെ ഹസാർഡസ് ഏരിയയിൽ സേഫ്റ്റിയുടെ കാര്യങ്ങൾ, ലൈറ്റ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന എല്ലാ പോർഷൻസിലും നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് 4 പോയിൻറ്റ്സാക്കി നമുക്ക് തന്നെ പറയാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 കുറിച്ചും നാഷണൽ ഇലക്ട്രിക് കോഡ് NEC 2011 കുറിച്ചും ഉള്ള മെയിൻ പോയിൻറ്റ്സ്, അതായത് അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്തിലൊക്കെ കണക്റ്റഡ് ആണ്, എവിടേക്കാണ് ഈ ഒരു കോഡുകളും കാര്യങ്ങളും ഉപയോഗിക്കാത്തത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
സോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനി വീണ്ടും കാണാം. See you all in my next video.